നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. ദേവുട്ടി, അഖില നിന്നെ കാണാൻ വന്നതാ. സത്രത്തിൽ പോയപ്പോ നീ പുഴയരികിലേക്ക് ഇറങ്ങിയെന്ന് പറഞ്ഞു. അച്ഛൻ അതേ കിടപ്പാ, ഒരു മാറ്റവും ഇല്ല. വീട്ടിലെ സ്ഥിതി ആകെ കഷ്ടത്തിലാ ദേവൂട്ടി. അച്ഛൻ കിടപ്പിലായതോടെ എല്ലാം താറുമാറായി. വരുമാനവും ഇല്ല, ചെലവും കൂടി. അച്ഛനെ നോക്കി നോക്കി അമ്മയുടെ ആരോഗ്യം പോയി. പിന്നെ വിനോദിന്റെ കാര്യം ദേവൂട്ടിക്ക് അറിയാലോ. അവന്റെ പഠിപ്പിന് നല്ലൊരു തുക വേണം. അങ്ങനെ ഇപ്പൊ ആകെ ബുദ്ധിമുട്ടില്ല ഞങ്ങള്. നീ ഇതൊക്കെ ദേവുട്ടിയോട് പറഞ്ഞിട്ട് എന്താ കാര്യം? ദേവുട്ടിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ദേവുന്റെ കാര്യം അതിലും കഷ്ടമല്ലേ? അതൊക്കെ എനിക്കറിയാം. എന്നാലും എന്തെങ്കിലും ഒരു സഹായം കിട്ടുമെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്. അതിന് ദേവുട്ടി എങ്ങനെ സഹായിക്കണമെന്നാ നീ പറയുന്നേ? പൂക്കട ഇപ്പൊ തുറന്നതല്ലേ ഉള്ളൂ. അല്ലെങ്കിലും അവിടുന്ന് സഹായിക്കാൻ പറ്റിയ വരുമാനമൊന്നും ഇല്ലെന്ന് നിങ്ങൾക്ക് അറിയാവുന്നതല്ലേ? അത് പൂക്കട ആർക്കെങ്കിലും വിൽക്കാൻ പറ്റുമെന്ന് അന്വേഷിക്കാനാ അമ്മ എന്നെ അയച്ചത്. അതിനു മുമ്പ് ഈ കാര്യം ദേവൂട്ടിയോടൊന്ന് സൂചിപ്പിക്കാൻ പറഞ്ഞു. പൂക്കട വിൽക്കാനോ? അപ്പോ ദേവുന്റെ കാര്യം എന്താ? എങ്ങനെ ജീവിക്കും ദേവുട്ടി? ഒന്നുകിൽ ദേവൂട്ടിക്ക് പറ്റുന്നത് പോലെ ഞങ്ങളെ സഹായിക്കുക, അല്ലെങ്കിൽ കട ആർക്കെങ്കിലും കൈമാറുക. അങ്ങനെയാ അമ്മ പറഞ്ഞത്. അത് ശരിയാ. ഇപ്പൊ കട വിൽക്കാൻ ശ്രമിച്ചാ അത് നഷ്ടത്തിലേ തീരൂ. അല്ല, അതിപ്പോ കുറച്ച് കാശെന്ന് പറയുമ്പോ എത്രയാ ദേവൂട്ടി ഉദ്ദേശിക്കുന്നത്? 3000 രൂപയോ? വിഷു, അതുകൊണ്ടൊന്നും ഒന്നും ആവില്ല ദേവൂട്ടി. അച്ഛന്റെ മരുന്നിന് തന്നെ അതിന്റെ 3 ഇരട്ടി തുക വേണം. പിന്നെ അമ്മ എന്നോടൊരു കാര്യം പറഞ്ഞയച്ചിരുന്നു. അച്ഛൻ വാങ്ങിത്തന്ന ആ ഒരു പാദസരം ഇല്ലേ, അത് തൽക്കാലത്തേക്കൊന്ന് തരാൻ പറഞ്ഞു അമ്മ. അതെന്തിനാ ദേവുട്ടിയുടെ പാദസരം നിന്റെ അമ്മയ്ക്ക്? അത് ഞാൻ പറഞ്ഞില്ലേ, വീട്ടിലെ കാര്യം അത്രയ്ക്ക് കഷ്ടത്തിലാ. അത് വിറ്റോ പണയം വെച്ചോ തൽക്കാലം കുറച്ചു ദിവസത്തേക്ക് പിടിച്ചു നിൽക്കാൻ വേണ്ടിട്ടാ. പറ്റില്ല. അത് ദേവുട്ടിക്ക് അച്ഛൻ വാങ്ങിച്ചു കൊടുത്തതല്ലേ? എന്നോട് അമ്മയും അങ്ങനെയാ പറഞ്ഞത്. ദേവൂട്ടിയുടെ കയ്യിൽ ആവശ്യത്തിന് പൈസ ഇല്ലെങ്കിൽ തൽക്കാലം അതെങ്കിലും ഒന്ന് തരാൻ പറഞ്ഞു. അതൊന്നും ശരിയാവില്ല. വേണ്ട ദേവുട്ടി, വീട്ടിലെ ആവശ്യങ്ങൾക്ക് അവര് കാശ് എവിടെന്നെങ്കിലും കണ്ടെത്തിക്കോളും. നീ എന്തിനാ പാദസരം കൊടുക്കുന്നത്? പിറന്നാൾ സമ്മാനങ്ങളിൽ എനിക്ക് ഏറ്റവും വിലപിടിപ്പുള്ളതായത്. അത് പൊന്നിന്റെ വിലയല്ല, അച്ഛന്റെ സ്നേഹം. അച്ഛൻ ഇതെന്റെ കാലിൽ അണിയിച്ച നിമിഷം ഞങ്ങൾ രണ്ടുപേരും സന്തോഷം കൊണ്ട് കരയുകയായിരുന്നു.